ഹായ്. അപ്പോൾ രാവിലെ തന്നെ പോയി വോട്ടൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് പവി കെയർ ടേക്കർ എന്ന സിനിമ ഉച്ചയ്ക്കാണ് റിലീസ് ചെയ്തത്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഉച്ചയ്ക്കാണ് റിലീസ് ചെയ്തത്. അപ്പോൾ 1:30 ഷോയ്ക്കാണ് ഞാൻ പോയത്. അപ്പോൾ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പവി കെയർ ടേക്കർ വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമയാണ്. വിനീത് കുമാറിൻ്റെ മൂന്നാമത്തെ സംരംഭമാണ്. ഡിയർ ഫ്രണ്ട് എന്ന ടോവിനോ തോമസിൻ്റെ സിനിമയായിരുന്നു ഇതിന് മുമ്പ് റിലീസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. അപ്പം നമ്മുടെ ദിലീപേട്ടൻ്റെ പവി കെയർ ടേക്കർ എന്ന സിനിമ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ജോണി ആൻ്റണി, രാധിക ശരത് കുമാർ, ധർമ്മജം ബോൾഗാട്ടി, പിന്നെ സ്ഫടികൻ ജോർജ് എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിലെ നായികമാരെല്ലാവരും പുതുമുഖമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ പേരൊന്ന് വായിക്കാം. ജൂഹി ജയകുമാർ, ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ, ഈ 5 പേരാണ് ഈ സിനിമയിൽ നായികമാരായിട്ടുള്ളത്. അപ്പം ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട്, അതായത് ഫസ്റ്റ് മുതൽ അവസാനം 2.5 മണിക്കൂർ കൂടുതൽ 2 മണിക്കൂർ 33 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ത്രൂ ഔട്ട് നമ്മുടെ ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ ഇല്ലാത്തൊരു സീൻ ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് ഈ സിനിമ. ഫസ്റ്റ് മുതൽ അവസാനം വരെ ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ പിന്നെന്താ പറയുക, അത്രയും പരിശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കോമഡി കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ദിലീപേട്ടാ എന്താ പറയുക, നെഗറ്റീവ് ഒന്നും പറയല്ല, പക്ഷേ സ്റ്റോറി തന്നെയാണ് മെയിനായിട്ട് പ്രശ്നം പറ്റിയ സ്റ്റോറി തന്നെയാണ്. നല്ലൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നെങ്കിലും പക്ഷെ അത് എടുത്ത രീതി ഒരു നല്ലൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ഡ്രാമ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആ ഒരു രീതി നല്ല രീതിയിൽ മേക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണിത്. പക്ഷേ ഭയങ്കര ലാഗാണ്. 2.5 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പേ ഇറങ്ങിയ സിനിമകളൊക്കെ 2.25 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് ആ സിനിമ തീർന്നത് അറിഞ്ഞില്ല, ആ രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ പറഞ്ഞാൽ 2.5 മണിക്കൂർ എന്ന് വലിയൊരു ലെങ്ത് ആയിപ്പോയി. ഇതിൽ കുറേ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏതാ പറയുക, നമ്മുടെ ദിലീപേട്ടൻ്റെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അതിലുള്ള ആ ഒരു മെത്തേഡിലുള്ള ഒരു റൊമാൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാതെ പ്രേമിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. അത് ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിലൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ അത് ഒരു എന്താ പറയുക, ബോറടിക്കുന്ന പോലെ തോന്നി. ഭയങ്കര ലെങ്തി ആയി പോകുന്ന പോലെ തോന്നി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പെർഫോമൻസ് പക്കയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ. ഞാൻ പറഞ്ഞില്ല നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ സ്റ്റോറി ഒന്നുകൂടി നന്നാക്കാമായിട്ട് തോന്നി. ആ സ്റ്റോറിയിൽ ആ തിരക്കഥയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു പാളിച്ചകൾ എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് താഴെ അനുഭവമാണ് ഈ ഒരു സിനിമ സമ്മാനിച്ചത്. ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതുപോലെ തോന്നി. ക്ലൈമാക്സ് ഒക്കെ അങ്ങനെയാണ്. ഒരു ഫീൽ ഗുഡ് മൂവി നമുക്കറിയാമല്ലോ, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയൊക്കെ നമ്മൾ അത്രയും പിടിച്ചിരുത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ചില ഇമോഷൻ രംഗങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചിലതൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളീ കണക്റ്റായി കഴിഞ്ഞാൽ സൂപ്പറാകേണ്ട സിനിമയായിരുന്നു പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ഇല്ല. നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. ദിലീപേട്ടൻ്റെ ഈ അടുത്തുള്ള സിനിമകളൊക്കെ പരാജയമായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എന്താ പറയുക, വിജയിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമ്മളെ പിടിച്ചിരുത്തുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നല്ല സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ സിനിമ. ഇതിലും കുറച്ചുകൂടി എനിക്ക് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചിരിക്കാനുള്ള വകകളൊക്കെ ഉണ്ടായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ. പക്ഷേ ഇത് എനിക്ക് അത്രയും അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു ബിലോ എവറേജ് അനുഭവമാണ്, എവറേജ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.